ദിവസം ഇവന്തോ കുറച്ച് അവേഴ്സ് ഓഫ് സ്ലീപ്പ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ. ആൻമരി ഓൾറെഡി വന്നിട്ടുണ്ട്. നിനക്ക് ഞങ്ങൾ കുറേ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാനും ഒക്കെ എല്ലാവരും. മമ്മിയുടെ മേക്കപ്പ് അവൾ സ്റ്റാർട്ട് ചെയ്തു. അവൾ ഒരു 4:40 ആയപ്പോൾ ആൻമരി എത്തി. ദെൻ സെറ്റപ്പൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ച് അന്ന് മറ്റു ട്രയലും ചെയ്ത പോലെ എല്ലായിടത്തും വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ ട്രയൽ ചെയ്തതുകൊണ്ട് ഇറ്റ്സ് ഈസിയർ ടു എന്താ ചെയ്യേണ്ടേ എന്നൊരു ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന്. സാരി ഇവിടെയുണ്ട്. അവൾ ഇന്നലെ സാരിയൊക്കെ തേച്ച് ഇവിടെ പിന്നൊക്കെ കുത്തി എല്ലാം ഇങ്ങനെ ഫ്ലീറ്റൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ സാരി ഇതുപോലെ തന്നെ ചെയ്തു. മമ്മിയുടെ ബ്ലൗസ് കൈ ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ കൈ അഴിച്ചിടുന്നു. ഇനി മമ്മിയുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാമാണ് ടു ഹെൽപ്പ്. സോ കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ ആൻമരിയെ കൊണ്ട് കണ്ടിന്യൂ ദ മേക്കപ്പ്. ആൻഡ് ദെൻ കുറച്ച് ഇറങ്ങുമ്പോൾ പ്രോഗ്രസ് കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ മേക്കപ്പ് ലിപ്സ്റ്റിക് ഇടാനുണ്ട്. മേക്കപ്പ് ഇത്രയും ചെയ്തു. ഹെയർ നമ്മൾ ചെയ്തു. മെഡ്യൂസനെ പോലെ ഇല്ലേ ഇപ്പം മെഡ്യൂസ. ആൻമരിയ ട്രൈങ് ടു ബീറ്റ് ദ ടൈം ഹിയർ. ജേസ് ഞാട്ടൻ ഈസ് ഹിയർ ഫോർ ആൻമരിയനെ തൽക്കാലം ഹെൽപ്പ് ചെയ്യുന്നു. വല്ല മേക്കും ചായ. ജേസിന് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മൽ മാറോ? ആ, പിന്നെ തന്നെ ചോദിക്കണേ. അതെ, ഇതാണ് കമ്മൽ. മാറില്ല തലയിൽ കൊമ്പൊക്കെ ആയിട്ട് മറ്റേ ബ്രഷ്. twist here. ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ ഫോർ twist ഇത് ഇത്രയും സൈഡ് വൺസ് അത്രയും ഡിഫൈൻഡ് അല്ല ബിക്കോസ് ഹെയർ അക്സസറി വെച്ചുകൊണ്ട്. ദീസ് ടു ആർ വെരി ഡിഫൈൻഡ്. ആൻഡ് ദെൻ ഇവിടെയും അഗൈൻ അക്സസറി വെച്ചുകൊണ്ട് ഡിഫൈൻഡ് അല്ല. പിന്നെ ഇവിടെയും ട്വിസ്റ്റ് വന്ന് ഇതില്ലാത്ത ലൈറ്റിങ്ങിൽ കാണുന്നില്ല. ട്വിസ്റ്റ് വന്നിട്ട് ബാക്കിൽ കേൾസ് വന്ന് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഹെയർ അക്സസറീസ് ഒരു എന്നാ നമ്മൾ ഒരു വാക്ക് പറഞ്ഞല്ലോ അതിന്, ഗ്രീക്ക് ഗോഡസ്. ദാറ്റ്സ് ഇറ്റ്. ഗ്രീക്ക് ഗോഡസിനെ പോലെ ഹെയർ അക്സസറീസ് വെച്ചിട്ട് ഇന്ത്യൻ ഗോഡസ് ആവുന്നതായിരിക്കും നമ്മൾ ഇനി ഫേസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ This is the before and we'll do the after. Okay. എൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല മേക്കപ്പിൻ്റെ ഹെയർ. So this is all I could do currently with the time given. So this is the full look so far. ഇതൊക്കെ എടുത്ത് ഊരിക്കണം. Introducing Tide Bongo. എല്ലാം കളയുന്നതാണ് വൈറ്റ് സൂട്ട്. Yeah. Second choice. Yes, ready. Do you want this choice? Second. Yeah. What up? You're with Danny right now. I'm going to be taking you through this segment of the wedding. Beautiful stuff. What up? It's me. Yeah, cooking. We're about to get Georgia wed. Most probably get burnt later. Yes, sir. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ ദൈവമേ, ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥ അന്വേഷിക്കുന്നില്ല. വിശുദ്ധ കുരിശിന്റെ അല്ല വേണം കേട്ടില്ല
അതെ നീ അതും കൂടി വെച്ചോ. കൊടുക്ക് കൊടുക്ക് കുരുമുളക് കൊടുക്ക്. ക്ഷണിക്കാനൊക്കെ ചെയ്യണം. ഞാൻ Thank you so much. Yes, Jittu one. Fit check. Joel. ഓർഡർ വൈസ് പക്കിരുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതിലൂടെ കയറി കഴിഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. Everyone's confused. What's going on? Not me. Okay, so the wedding's just starting. Well, yeah, it is the wedding, right? Yeah, it's the wedding just starting. We're getting the groomsmen in. Well, at least they're going to be coming in a sec. Right now, I'm here with Marshall and Deep Suji.
Guys, everyone's crying. I thought he's crying too. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം മാതാപിതാക്കൾ ദയവായിട്ട് മുന്നോട്ട് വരിക. രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള സാക്ഷികളും മുന്നോട്ട് വരിക. സമരത്തോടു കൂടി അർലിൻ എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്തിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അർലിൻ എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമരത്തോടു കൂടി ജോർജോ എന്ന് വിളിക്കപ്പെടുന്ന ഗീവർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷി. നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ സന്തോഷത്തിനും ദുഃഖത്തിനും ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സഹോദരനെ നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മജനും ദിവ്യറുകായ്ക്കും സ്തുതി എന്നും വിലാസക്രമം പിന്നീട് ഈ അടുത്ത കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. കാനൂനികമായ സിവിലായ രജിസ്റ്ററിൽ ഒപ്പിടാൻ വേണ്ടി അവർ പള്ളിയുടെ സൈഡ് ചാനലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ കരഘോഷത്തോടെ നമുക്ക് അവരെ സ്വീകരിക്കാൻ സാധിക്കും. Say hi. സോഫിയ ഹായ് എന്ന് പറഞ്ഞേ. Hi എന്ന് പറയണം. Hi എന്ന് പറയണം. ഇങ്ങോട്ട് Hi. ഹായ് സോഫിയ Yeah, do it well. Come on, guys. Happy. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ്
വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ എൻ്റെ ഇങ്ങനെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ട തിരക്കിലാണ്. അപ്പോൾ നമുക്ക് മമ്മി ഇവിടെ പൂവ് ബൊക്കെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ കുറച്ച് സെറ്റപ്പ് ചെയ്ത കാര്യങ്ങൾ കാണിച്ചു തരാം. കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അവർ വണ്ടിയിലാണ്. അതിനകത്ത് എൻട്രി എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ എടുക്കാം, പക്ഷേ ഞങ്ങൾ ഇതിന് വാതിക്ക് നിൽക്കുമായിരിക്കും. സോ യാ ഭയങ്കര ഇങ്ങനെ ഓടിപ്പറഞ്ഞ് എല്ലാവരും ഓരോ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ മാക്സിമം ട്രൈ ടു ഡു വാട്ട് ഐ ക്യാൻ ഡു. ഐ വിൽ ഡു ഇനൽ. ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ കുറച്ചും കൂടിയും സ്കിന്നിൽ സെറ്റിൽ ആയിട്ടുള്ള ലുക്ക്. എവരിവൺസ് ലുക്കിംഗ് റെഡി. കറങ്ങിക്കുള്ള വീഡിയോ ആണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. കറങ്ങൂ കറങ്ങൂ. ലുക്കിംഗ് ലൈക്ക് വാവ്. You enjoy the wedding so far? ഹായ്. ഇരിക്കുകയാണ്, അവർക്ക് കൊടുക്കാനായിട്ട് മമ്മ കൊടുക്കുന്നതായിരിക്കും. അവരുടെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വാല് താഴെ Welcome to your own home after being married. Thank you. Big hug. ഈ മോഡൽസുകൾ എപ്പോഴും എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ കുറച്ചേരം നോക്കിയാൽ മോഡൽസ് എവിടെയാന്ന്. കേട്ടില്ല എന്തിട്ടാ ചോദിച്ചേ? Okay. Happy congratulations. Happy wedding day to you. Giorgio. Belli piece. ആരൊന്നും കണ്ടില്ല. വെൽക്കം ഹോം. പച്ചവെള്ളം വേണ്ട, രണ്ട്.
ഇവിടെ സന്തോഷമുള്ള മോഡല് അപ്പൊ സോഫിയാണ്ടിക്ക് നമ്മുടെ അമ്മായിയുടെ കച്ചവടക്കാണ്. Hi. Venus, look up. Smile. Big shout out to Anne Maria for doing my hair and my makeup and getting herself get ready and go. മഴയൊക്കെ വന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കണേ. ബട്ട് ബൈ. Now I'm gonna get changed into a lehenga, so I'll see you there. ഹോട്ടലിൽ ചെക്ക് ഇൻ ആണ്. എങ്ങനെയുണ്ട് മമ്മി സോഫാർ പരിപാടികൾ? അടിപൊളിയായിരുന്നു. ഇനി വ്ളോഗ് നമ്മളെ കിട്ടി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ക്യാമറ ആരെ കൊണ്ടുപോകണം എനിക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ലത് ജോർജോന് കിരീടം വെച്ചതായിരുന്നു. അക്കിയുടെ വെഡിങ് ഡേ സൂപ്പർ ഫാന്റാസ്റ്റിക്. കിരീടം ഭയങ്കര ക്യൂട്ട് കിരീടമായിരുന്നു. മറ്റേ രാജാവിനും രാജനും മറ്റേ രാജ്ഞിയുടെയും കിരീടം പോലെയായിരുന്നു. ഇപ്പോൾ സോഫാർ സംഭവിച്ച കാര്യങ്ങൾ ഭയങ്കര സ്നിപ്പി ആയിട്ട് ഞാൻ പറയാം. ഞങ്ങൾ രാവിലെ ഇരുന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി. പള്ളിയിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിലെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വി ഓൾ ഗോട്ട് ഞാൻ ചേഞ്ച് ചെയ്തു. ഇവരാരും ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ സമയം എടുത്തിട്ട് വി ഓൾ കെയിം ടു ദ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ ഹോളിലോട്ട് പോകും. ബിക്കോസ് ജോർജോനും അക്കിക്കും കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ വി ഹാവ് ഇനഫ് ടൈം. അല്ലെങ്കിൽ ദ പ്ലാൻ വാസ് ടു ഗോ ഇൻ ടു ലൈക്ക് ഹോളിൽ പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന്. പക്ഷേ ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കി വയ്ക്കാമല്ലോ. ടാക്സിയിൽ വേണമെങ്കിൽ ഇതൊക്കെ ചുമന്നുകൊണ്ടുണ്ട്. സോഫാർ അങ്ങനെയാണ്. ഐ ഹാവ് റീ അപ്ലൈഡ് മൈ ലിപ്സ്റ്റിക്. പക്ഷേ മൈ മേക്കപ്പ് ഹാസ് സ്റ്റേഡ് ഓൺ. എൻ്റെ ലിപ് ലൈനർ ആൻമേരിയുടെ കയ്യിൽ അത് എന്നെ മേടിക്കണം. ബട്ട് ഞാൻ മാലിച്ചിട്ട് ലൂസാക്കി എടുക്കണം. കാരണം ഈ തൊണ്ട എനിക്ക് ചാവാണ്ടിരിക്കാനായിട്ട്. ബട്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഷോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ കുത്തണം. സമയമുണ്ടല്ലോ അവരെണ്ണ വരെ. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റാണ്. ഫുൾ ഔട്ട്ഫിറ്റ് അവിടെ ചെന്ന് കാണിച്ചു തരാം. എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ഇനി ലൈവ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ റിസപ്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ജോർജൊക്കെയും വരുന്നു. പിന്നെ എല്ലാവരുടെയും എൻട്രൻസസ് അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നൊക്കെ ഞാൻ പറയാൻ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഫസ്റ്റ് ഡാൻസ്, അങ്ങനെ കുറേ സംഭവങ്ങളും. അതെല്ലാം കഴിഞ്ഞിട്ട് ഫാമിലി ഡാൻസും അല്ലാണ്ട് കുറേ ഡാൻസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ you guys will be staying tuned to watch that, so keep watching, and if you haven't subscribed, please subscribe. ഇവിടെ വണ്ടിയിലിരുന്ന ബാക്കി ആൾക്കാർ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ രണ്ടു മാത്രം വണ്ടിയിലുള്ളൂ. ബാക്കി എല്ലാവരും സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി പോയേക്കാണ്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് വലിഞ്ഞു മാറി ആ ഹോട്ടലിൽ നിന്ന് സ്റ്റെപ്പൊക്കെ അങ്ങനെ മുകളിൽ കയറി താഴെ പോയി വീഴണല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വണ്ടി തന്നെ ഇരുന്നു. സോ ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ്. ഞാൻ ഓർത്ത് ഇത് പറഞ്ഞു തീർക്കാൻ കാരണം ഇനി ക്യാമറ ആരുടെ കയ്യിലാണ് പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ വ്ളോഗിങ് ഇച്ചിരി കുറവായിരിക്കും. ബിക്കോസ് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ വേറെ ആരെങ്കിലും കയ്യിലാണെങ്കിൽ ഞാൻ അവരോട് പറയാം. അതിന് ദെയർ ആർ മോർ ദാൻ എനഫ് പീപ്പിൾ ഹാപ്പി ടു ഹെൽപ്പ് മീ വ്ളോഗ്. ഞാൻ ചോദിച്ചാലും എനിക്ക് ആദ്യമൊക്കെ ചോദിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആൾക്കാരുടെ അടുത്ത് ലൈക്ക്
ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ. ഇപ്പം ആണെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കോ, ലൈക്ക് എനിക്ക് ആ കുറച്ചും കൂടെ കോൺഫിഡൻസ്. പക്ഷെ എന്നാലും പബ്ലിക്കിൽ വ്ളോഗ് ചെയ്യാൻ ഇച്ചിരി മടിയിട്ട്, വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പുറന്ന് പറയണ പോലെയല്ല പബ്ലിക്കിൽ ഇരുന്നിട്ട് ഹലോ എന്നൊക്കെ പറയുന്നത്. അതെനിക്കിപ്പോഴും ഇച്ചിരി ഇതാണ്. സോ വി ആർ എൻജോയിങ് ദ ഡേ സോ ഫാർ. രാവിലെ 4:30 എഴുന്നേറ്റതാണ്, അല്ല 4:50 എഴുന്നേറ്റതാണ്. ആൻഡ് ടയർഡാണ്. ബട്ട് നമ്മളിഞ്ഞും എനർജി കാഫിനേറ്റഡ് ആയിട്ട് നമ്മളിഞ്ഞും പരിപാടികൾ തുടങ്ങും. കാരണം ഇനി ഫുള്ള് ഇങ്ങനെ ഓടിച്ചാടി മറിഞ്ഞ് തിരിഞ്ഞ് മറിയേണ്ട സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി എനർജി വേണം അതിന്. സോഫാർ ഞാൻ വളയിട്ടിട്ട് ഇറങ്ങിയപ്പോൾ ഓർത്തെ ആ വള ഇതിനോട് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു വള അടിച്ചിറങ്ങി, ഒരു പിങ്കി ടോണുള്ള. അപ്പോൾ ഞാൻ അത് എടുത്തിടണം. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഓക്കെ, ഇനി അവർ വന്നു കഴിഞ്ഞിട്ട് ഹോളിൽ ചെന്നിട്ട് നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ മിക്കവാറും എത്തിയിരിക്കും. ഇവർ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് ഹോളിലെ ഡെക്കറേഷൻസ് ഒക്കെ പോയി കാണാം. ഇങ്ങനെയാണ് മിക്കവാറും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ചെയ്യാം. ഹൺ വെയിറ്റ് ചെയ്ത് ഹോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹോൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാൻ പോണത്. ജോർജ് നല്ല ചെറുതായിട്ട് പോയെന്നാണ് പറഞ്ഞത്. ആൻഡ് ഈ ക്ലിയർലി എൻജോയ്ഡ് ഇറ്റ്. സോ I'm very much looking forward to seeing the hall in the full. ഇത് ഞാൻ ഹോള് പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്. ജോർജും അക്കിയും മൾട്ടിപ്പിൾ ടൈം ഹോൾ വിസിറ്റ് നടത്തിയപ്പോൾ ഞാൻ വന്ന പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മറ്റേ വെഡ്ഡിങ് പ്രപ്പ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് മിക്കവാറും ഇറക്കായിരിക്കും. അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്യാം. സോ വിൽ സീ യു അറ്റ് ദ ഹോൾ.